ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള ഐറ്റംസ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് സദ്യ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അച്ചാറൊന്നുമില്ല. എന്നാലും ഒരു കുഞ്ഞ് സദ്യ ചെയ്യാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പരിപ്പ് വയ്ക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ പയറെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പെട്ടെന്ന് കാട്ടിക്കൂട്ടുന്നതാണ് കേട്ടോ. പിന്നെ അരി അടുപ്പത്തിടാൻ വേണ്ടി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് കിച്ചടിയും വെള്ളരിക്ക കിച്ചടിയും ഒരു കുഞ്ഞൻ അവിയലും വയ്ക്കാമെന്ന് കരുതി. പിന്നെ അതുപോലെ തന്നെ നെത്തോലി മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നെത്തോലി പീര വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോവാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ തിരുകണം, ബാക്കി എല്ലാം റെഡിയാക്കണം. അപ്പോൾ തേങ്ങയൊക്കെ തിരുകി കൂട്ടെല്ലാം അരച്ച് ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നെത്തോലി പീര വയ്ക്കാനുള്ള നെത്തോലി ഐസ് മാറാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ ഫ്രീസറിൽ വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങയെല്ലാം തിരികെ ഓരോ കറിക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അരി നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അരി വടിച്ചിട്ടിട്ടുണ്ട്. ആ അടുപ്പിലേക്ക് ഞാൻ അവിയലിൻ്റെ മലക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. പരിപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിയൽ റെഡിയാവാറായി. ഇനി മീൻ പീരയൊക്കെ ഉള്ളത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഈ അടുപ്പിലേക്ക് മീൻ പീര വയ്ക്കാനുള്ളതാണ്. മീൻ പീരയ്ക്കുള്ള നെത്തോലിയും അതിൻ്റെ കൂട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇനി അവിയലായതിനു ശേഷം അത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ പീര അടുപ്പിലേക്ക് കൊണ്ടുവയ്ക്കാം. അവിയൽ റെഡിയായി വാങ്ങി വെച്ചു. ആ അടുപ്പിലേക്ക് ഞാൻ നെത്തോലി പീരയ്ക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെത്തോലി പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചോറ് വിളമ്പാം. ഒരുപാട് കറികളൊന്നുമില്ല. ഇന്ന് മെയ് 23 കേട്ടോ. ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങൾ മെയ് 23 ചെയ്തതാണ്. ഒരു കുഞ്ഞ് പിറന്നാൾ സദ്യ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അച്ചാറോ ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ തട്ടിക്കൂട്ട് സദ്യ. ഇത് നെത്തോലി പീരയാണ് കേട്ടോ. ഇത് അവിയൽ. ഇത് വെറുതെ വയ്ക്കുന്ന ആൾ കഴിക്കത്തില്ല കേട്ടോ. ചോറ് അല്പം വെന്ത് പോയി. പുതിയ അരിയാണ് കേട്ടോ, അതുകൊണ്ട് അറിയാൻ വയ്യായിരുന്നു. ഇച്ചിരി വെന്ത് പോയി. ഞങ്ങൾക്ക് ഇത്രയും വേഗമുണ്ട് ചോറ്. അങ്ങനെ നമ്മുടെ പിറന്നാൾ സദ്യ റെഡി ആയിട്ടുണ്ട്. ഇനി പിറന്നാളുകാരൻ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.